വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്കാണ്. BJP നേതൃയോഗത്തിൽ നിന്നും ചില നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നുള്ള വാർത്തയാണ്. MT രമേശ്, PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നില്ല. കോർ കമ്മിറ്റി യോഗം വിളിക്കാത്തതിനാലാണ് നേതാക്കൾ പ്രതിഷേധിക്കുന്നത് എന്നുള്ള വിവരമാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ലേബി സജീന്ദ്രനുണ്ട്. BJP നേതൃയോഗം സംഘടനാ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനുള്ള ഇന്നത്തെ നേതൃയോഗത്തിൽ എതിർപക്ഷം കെ സുരേന്ദ്രന്റെ എതിർപക്ഷം ശക്തമായ വാദങ്ങൾ ഉയർത്തിയേക്കും. സുരേന്ദ്രനെ ഇനി അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തരുത് എന്ന ആവശ്യം ഉന്നയിച്ചേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നതിനിടയിലാണ് നേതാക്കൾ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. MT രമേശും PK കൃഷ്ണദാസും AN രാധാകൃഷ്ണനുമാണ് ഇപ്പോൾ നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലേബി നൽകാനിരിക്കുന്നത്. കോർ കമ്മിറ്റി യോഗം വിളിച്ചില്ല എന്നതിലാണ് പ്രതിഷേധം. ലേബി, പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്നിപ്പോൾ എതിർ ശബ്ദങ്ങൾ ഉയർത്താനിരുന്ന നേതാക്കളാണ് വിട്ടുനിൽക്കുന്നത്. എന്തുകൊണ്ട്? സ്മൃതി, ഇവർ പരസ്യമായ ഒരു പ്രതികരണത്തിന് ആരും തന്നെ തയ്യാറായിട്ടില്ല. എങ്കിലും ഇവർ മൂന്ന് പേരുടെയും അസാന്നിധ്യം വളരെ ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തിട്ടുമുണ്ട്. ഇവർ മൂന്നുപേരും PK കൃഷ്ണദാസ്, MT രമേശ്, അതുപോലെ തന്നെ AN രാധാകൃഷ്ണൻ, ഇവർ മൂന്നുപേരും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഈ കെ സുരേന്ദ്രന്റെ എതിർപക്ഷത്തുള്ളവർക്ക് സ്വാഭാവികമായും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയ പരാജയത്തെ തുടർന്ന് കോർ കമ്മിറ്റി വിളിച്ചു ചേർത്ത ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. കോർ കമ്മിറ്റി വിളിക്കാതെ ഇത്തരത്തിൽ സംഘടനാ കാര്യങ്ങൾ മാത്രം, അതായത് സംഘടന ചുമതലയുള്ള ഭരണാധികാരികളെയാണ് ഈ സംസ്ഥാന ഭാരവാഹികളെയാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഭരണാധികാരികളായ ഈ സംസ്ഥാന ഭാരവാഹികൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഇലക്ഷൻ പരാജയം സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച നടക്കാതെ പോകും. അത് ആ ചർച്ചയ്ക്കുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇലക്ഷൻ്റെ പരാജയത്തിന് ശേഷം അടിയന്തരമായി കോർ കമ്മിറ്റി യോഗം വിളിച്ച് ഇത് ചർച്ച ചെയ്യണം എന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടായിരുന്നത്. ഇത് നടത്താതെ ഇത്തരത്തിൽ ഒരു യോഗം ഇപ്പോൾ കൊച്ചിയിൽ നേതൃയോഗം വിളിച്ചതിനെ തുടർന്നാണ് ഇവർ വിട്ടുനിൽക്കുന്നത് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്മൃതി, ലേബി, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ യോഗത്തിനെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നിശബ്ദയായിരിക്കുകയായിരുന്നു ശോഭ. പരാജയത്തിൽ ശോഭയ്ക്ക് പങ്കുണ്ട് എന്നതടക്കമുള്ള പരാതികളാണ് കേന്ദ്ര നേതൃത്വത്തിന് പോയത് എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. സ്മൃതി, ശോഭാ സുരേന്ദ്രൻ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത്, നിങ്ങൾ ഇന്നലെ എല്ലാവരും തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തവരാണ്. നിങ്ങൾ ഇനി വാർത്തകൾ വളച്ചൊടിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അവർ ചെയ്തത്. അതായത്, കൃത്യമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ താൻ അവിടെ ഇലക്ഷൻ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ സജീവമായി പങ്കെടുത്തു എന്നും ഉള്ള കാര്യം പറഞ്ഞതാണ്. അതിന് മീതെ ഇനിയൊന്നും ചോദിക്കേണ്ടതില്ല. പറയാനുള്ള പാർട്ടി കാര്യങ്ങൾ സംബന്ധിച്ച് പറയാനുള്ളതെല്ലാം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതലായൊന്നും തനിക്ക് പറയാനില്ല. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഒരു അന്തഛിദ്രവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ ആലോചിച്ചുറപ്പിച്ച് ജാഗ്രതയോടുകൂടിയുള്ള ഒരു പ്രതികരണമാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ശോഭാ സുരേന്ദ്രന്റെ പരസ്യമായ പ്രതികരണം വരാത്ത സാഹചര്യത്തിൽ അവരുടെ പ്രതികരണം നമ്മൾ ഉറ്റുനോക്കിയിരുന്നതാണ്. അവർ